തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ തുക 380. ഈ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ രണ്ടാം സംഖ്യ എത്ര? തുടർച്ചയായ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 5 ഈവൺ നമ്പേഴ്സ്, അതിൻ്റെ സമ്മ് നമുക്ക് തന്നത് 380. ഈ സംഖ്യകളെ അസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ സെക്കൻഡ് നമ്പർ കാണണം. അപ്പോൾ നമുക്ക് 5 ഇരട്ട സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ശരാശരി കാണാം, ആവറേജ് കാണാം. ശരാശരി കാണാനുള്ള സൂത്രവാക്യം എന്താ? ശരാശരി കാണാൻ തുകയെ നമ്മൾ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. ശരാശരി ആവറേജ് കാണാൻ, ശരാശരി കാണാൻ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ തുക എത്രയാണ്? 380 ബൈ എണ്ണം എത്രയാണ്? 5. ഹരിക്കുമ്പോൾ 7 5 35, ശിഷ്ടം 3 30, 6 5 30. അപ്പോൾ നമുക്ക് ശരാശരി കിട്ടി 76. എന്തിൻ്റെ? തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ. ഈ തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെയും തുടർച്ചയായ ഒറ്റ സംഖ്യയിലും തുടർച്ചയായ എണ്ണൽ സംഖ്യയിലും, എണ്ണൽ സംഖ്യ, ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ തുടർച്ചയായ സംഖ്യകളാണെങ്കിൽ ശരാശരി എപ്പോഴും അവയുടെ നടുവിലുള്ളതായിരിക്കും. ശരാശരി നടുവിലുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് ശരാശരി കിട്ടി. എത്രയെ? 76 നമ്മൾ നടുവിൽ എഴുതുക. അപ്പോൾ ഇത് ഇരട്ട സംഖ്യകളല്ലേ. അപ്പോൾ അപ്പുറത്തും പുറത്തൊക്കെ ഇവിടെ എന്ത് വരും? 74ഉം 72ഉം ഇവിടെ 78ഉം 80ഉം അല്ലേ? 72 74 76 78 80. 1 2 3 4 5 5 ഇരട്ട സംഖ്യകൾ കിട്ടി. ഈ മധ്യത്തിലത്തെയാണ് ശരാശരി നമ്മൾ മധ്യത്തിൽ എഴുതി. ഇനി എന്താ ചോദ്യം? ഇതിനെ ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞു. ഇത് ആരോഹണ ക്രമം തന്നെയാണ്. അപ്പോൾ രണ്ടാം സംഖ്യ എത്രയാണ്? ഉത്തരം 74.